താങ്കളുടെ പേര്? ചൂനാട് സത്താർ. താങ്കൾ PDP-യിൽ നിന്നും BDGS-ലേക്ക് BJP സപ്പോർട്ട് പാർട്ടിയിലേക്ക് പോയ ആളാണ്. ഓക്കെ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോൾ നിലവിലെ ഈ അവസ്ഥയിൽ താങ്കൾക്ക് ഈ നമ്മുടെ മുസ്ലിം സമുദായത്തിന് ഏതെങ്കിലും രീതിയിൽ BDGS-നെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും തോന്നുന്നുണ്ടോ? നിങ്ങൾ ചോദിക്കുന്ന ഒരു പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാര്യം ഇപ്പം നിങ്ങൾ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, BDJS നേതാവ് എന്ന് പറയുന്നത് തുഷാർ വെള്ളാപ്പള്ളിയാണ്. അതെ. SNDP യോഗത്തിന്റെ ആരാധ്യനായ നേതാവ്. SNDP ഈഴവ സമുദായം വളരെ ബഹുമാനത്തോടെ കാണുന്ന ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഈഴവ സമുദായം മാത്രം, വേറെ ആരും ബഹുമാനിപ്പിക്കുന്നില്ല. ഒരുപാട് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആൾക്കാരും ഒക്കെ അങ്ങേയറ്റം ബഹുമാനത്തോടെ കാണുന്ന ഒരു ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആൾക്കാരും, UDF ആയാലും LDF ആയാലും, ഇവരെല്ലാം വളരെ ബഹുമാനത്തോടെ. LDF ഒക്കെ അയാളെ താങ്ങുന്നത് ഈ വോട്ട് ബാങ്ക് ആയതുകൊണ്ടാണ്. വലിയൊരു വോട്ട് ബാങ്കാണ്. കാരണം എന്ന് പറഞ്ഞാൽ പുള്ളി ഈയിടെയായിട്ട് കുറെ വർഗീയവാദങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. മുസ്ലിങ്ങളെ കുറിച്ച്, മുസ്ലിം ലീഗിനെ കുറിച്ച്, മലപ്പുറത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത്തരം വർഗീയവാദങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതൊക്കെ കേട്ടിട്ട് മിണ്ടായിരിക്കുന്നത് CPM ഒന്നും മിണ്ടുന്നില്ല. അത് വോട്ട് ബാങ്ക് പ്രതീക്ഷിച്ചാണോ അങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ഒറ്റൊരു കാര്യം, ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത്, വെള്ളാപ്പള്ളി നടേശനേട്ടൻ ഏറ്റവും കുറഞ്ഞൊരു 90 വയസ്സ് കാണുമെന്ന് എൻ്റെ വിശ്വാസം. 90, 89, 90, 91 ഇതിൽ താഴോട്ട് പോയി കാണത്തില്ല. അദ്ദേഹം നടത്തുന്ന ഒരു പത്രസമ്മേളനം അല്ലെങ്കിൽ ഒരു അഭിമുഖത്തിനകത്ത് പത്രക്കാർ അങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയും. അപ്പൊ ആ മറുപടിയിൽ അദ്ദേഹം, നിങ്ങൾ ഫുള്ള് കേട്ടാൽ മനസ്സിലാവും, അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട്, മലപ്പുറത്തെ മുസ്ലിം ലീഗ് മലപ്പുറത്തെ അവരുടെ ആധിപത്യ കേന്ദ്രമാക്കി വെച്ചിരിക്കുന്നു. മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗ് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുസ്ലിം സമ്പന്നർക്ക് മാത്രമാണ് കൊടുക്കുന്നത്. സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് പ്രയോജനമില്ല, മറ്റ് സമുദായങ്ങൾക്ക് പ്രയോജനമില്ല, ഹിന്ദു സമുദായത്തിനോ ഈഴവ സമുദായത്തിനോ ക്രിസ്ത്യൻ സമുദായത്തിനോ പ്രയോജനമില്ല. ഇതെല്ലാം മുസ്ലിം ലീഗിന്റെ ഒരു കേന്ദ്രം കൈയടക്കി വെച്ചിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് അദ്ദേഹം ഈ പ്രായാധിക്യമുള്ള ഒരാൾ പറയുന്ന വാർത്താ സമ്മേളനത്തിൽ അത് ഇടയ്ക്ക് പറയും, മലപ്പുറത്തെ മുസ്ലിങ്ങൾ. ആരെ ഉദ്ദേശിച്ച? മുസ്ലിം ലീഗിനെ ഉദ്ദേശിച്ച് പറയുന്ന സംഭവമാണ്. അതിനെ മുസ്ലിം ലീഗ് ശരിക്ക് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് മുസ്ലിങ്ങൾക്കെതിരെയാക്കി അതിനെ അങ്ങ് വർഗീയവൽക്കരിച്ച് ശരിക്ക് മുതലെടുപ്പ് രാഷ്ട്രീയം നടത്തുക. സത്യത്തിൽ ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ വർഗീയ പ്രചരണം നടത്തുന്ന BJP പോലുമല്ല, മുസ്ലിം ലീഗാണ്. ഏറ്റവും വലിയ വർഗീയ പ്രചരണം മുസ്ലിം ലീഗാണ്. അത് നിങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ പോയി മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ഇലക്ഷൻ സമയത്ത് നടന്ന പ്രചരണങ്ങളെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ PDP മത്സരിക്കുന്ന സമയത്ത്, പാർലമെന്റ് ഇലക്ഷന് മത്സരിക്കുന്ന സമയത്ത്, അവിടെ പൊന്നാനി മണ്ഡലം LDF കൊടുത്ത് മത്സരിക്കുന്ന സമയത്ത് പോലും മുസ്ലിം ലീഗ് നടത്തിയ പ്രചരണം എങ്ങനെയാണെന്നറിയോ? VS അച്യുതാനന്ദൻ അദ്ദേഹം ഈ രാജ്യത്ത് ഇനി വീണ്ടും വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും, മുസ്ലിങ്ങൾക്ക് വലിയ ബാധ്യതയായി മാറുമെന്ന് പറഞ്ഞ പ്രചരണമാണ് നടത്തിയത്. അങ്ങനെ വളരെ വലിയ വർഗീയമായി പ്രചരണം നടത്തുന്ന താങ്കൾ ഒരു മുസ്ലിമായിട്ട് പോലും PDP-യിൽ വർക്ക് ചെയ്ത ആളായിട്ട് പോലും വെള്ളാപ്പള്ളി നടേശനെയും തുഷാർ വെള്ളാപ്പള്ളിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അവർ കേരള രാഷ്ട്രീയത്തിൽ അവർ നൽകുന്ന സംഭാവന ചെറുതൊന്നുമല്ല. തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയം എന്താ അറിയാ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ ഈ നമ്മുടെ ഈ നാട്ടില് ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം BJP സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചു. 3 ലക്ഷത്തിനടുത്ത് വോട്ടാ പിടിച്ച്. ശോഭാ സുരേന്ദ്രൻ ഈസിയായി ജയിച്ചേനെ. എന്തുകൊണ്ടാണെന്ന് ജയിക്കാതെ? KC വേണുഗോപാൽ UDF-ന്റെ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് BJP-ക്ക് സ്ഥിരം കിട്ടുന്ന നായർ വോട്ട് കിട്ടാതെ പോയി. ആ നായർ വോട്ടും കൂടെ അവിടെ ഒരു മറ്റേ നേരത്തെ മത്സരിച്ച സ്ഥാനാർത്ഥി, UDF-ന്റെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച സ്ത്രീ, എന്തായിരുന്നു അവരുടെ പേര് ഞാൻ മറന്നു, അവരായിരുന്നു ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയും BJP ശോഭാ സുരേന്ദ്രൻ ജയിച്ചേനെ. കാരണം ഈഴവ വോട്ടും നായർ വോട്ടും മറ്റ് വോട്ടുകളെല്ലാം ഒന്നിച്ചേനെ, ഏകീകരിച്ച് ശോഭാ സുരേന്ദ്രൻ ജയിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അവിടെ കോൺഗ്രസ് ബുദ്ധിപരമായിട്ട് KC വേണുഗോപാലിനെ കൊണ്ട് നിർത്തി. അവസാനം ഒരു കാര്യം കൂടി, ഇപ്പോൾ BJP-യുടെ നിലപാടുകൾ, അതായത് BJP-യുടെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ BDS എന്ന് പറയുന്നത്. BJP-യുടെ മുസ്ലിം വിരുദ്ധതയെ മാറ്റാൻ അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാൻ താങ്കൾ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ തയ്യാറാവൂ? അല്ല, BJP-യെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ കൊണ്ടുവന്നൊരു പദ്ധതിയാണ് ഹിന്ദുത്വം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. അന്ന് മുസ്ലിം സമുദായത്തിനെതിരെ കോൺഗ്രസിന് രാജ്യത്ത് ജയിച്ചു കയറാൻ മുസ്ലിം ലീഗ് അതുപോലെ സോഷ്യലിസ്റ്റ് പാർട്ടിയൊക്കെ കോൺഗ്രസിനെതിരെ ശക്തമായിട്ട് നിൽക്കുമ്പോൾ കോൺഗ്രസിന് ഇന്ത്യ രാജ്യത്ത് ജയിച്ചു കയറാൻ ജവഹർലാൽ നെഹ്റു ഇറക്കിയ ഒരു പദ്ധതിയാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത്. ഇന്നും കോൺഗ്രസ് ആ ഒരു മൃദു ഹിന്ദുത്വമായിട്ടാണ് ഇന്നും കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഇത് വെച്ച് നോക്കുമ്പോൾ മുസ്ലിം സമുദായത്തിലെ 5% മുസ്ലിങ്ങൾ പോലും BJP-യോടൊപ്പം ഇല്ല. ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ ഭൂരിഭാഗം മുസ്ലിങ്ങളും
കോൺഗ്രസിനോടൊപ്പം. ആ കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് വേണ്ട പരിഗണന എവിടെയും കൊടുക്കുന്നില്ല. ഗുജറാത്തിലായാലും കൊടുക്കുന്നില്ല, മഹാരാഷ്ട്രയിലായാലും കൊടുക്കുന്നില്ല, കേരളത്തിൽ പോലും കൊടുക്കുന്നില്ല. നിങ്ങൾ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയിലിരിക്കുന്ന ഭാരവാഹികൾ ലിസ്റ്റ് എടുക്കുക, എത്ര മുസ്ലിം ഉണ്ടെന്ന് നോക്ക്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിലിരിക്കുന്ന മുസ്ലിങ്ങൾ ലിസ്റ്റ് എടുക്കുക, എത്ര മുസ്ലിങ്ങളുണ്ടെന്ന് നോക്ക്. ഈഴവരുടെ ലിസ്റ്റ് എടുക്കുക, എത്ര ഈഴവരുണ്ടെന്ന് നോക്ക്. അതേസമയം ക്രിസ്ത്യാനികളും സവർണ വിഭാഗവും നായർ സമുദായക്ക് എത്ര ഉണ്ടോ നിങ്ങൾ ലിസ്റ്റ് എടുക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും കോൺഗ്രസ് ആണോ BJP ആണോ ഏറ്റവും കൂടുതൽ മുസ്ലിം വിരോധം വെച്ച് പുലർത്തുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ BJP മുസ്ലിം വിരോധം വെച്ച് പുലർത്തുന്നത് പല സ്ഥലങ്ങളിലും അവർക്ക് ജയിച്ചു കയറാനുള്ള ഒരു മാർഗമായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതാണ് ജയിച്ച് അത് കോൺഗ്രസ് അതേപോലെ തന്നെ പറ്റുന്നുണ്ട്. കോൺഗ്രസ് BDSന്റെ വലിയൊരു ഉന്നത നേതാവായാൽ ഇത്തരം BJPയുടെ നിലപാടുകളെ എതിർക്കുമോ ഇല്ലയോ? BJPയെ നമ്മൾ ഈ മുസ്ലിം വിഷയത്തിനകത്ത് BJPയുടെ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി മുസ്ലിങ്ങൾ അവരോടൊപ്പം ചേർന്ന് അവരെ തിരുത്തേണ്ട കാലമായിരുന്നു. അവരെ ശത്രു, കാരണം BJP ഇപ്പോൾ 15ാമത്തെ കൊല്ലത്തിലേക്ക് കടക്കുവാണ്. അവർ ഇന്ത്യ രാജ്യത്തെ അധികാരത്തിൽ. ഇപ്പോൾ അവരെ നമ്മൾ ശത്രുപക്ഷത്ത് നിർത്തി നേരെയാക്കാൻ കഴിയത്തില്ല. അവർക്ക് അടിമപ്പെടണം അല്ലേ? അടിമപ്പെടണമെന്ന് ഞാൻ പറയത്തില്ല. ശത്രുപക്ഷത്ത് നിർത്തി അവരെ നേരെയാക്കുന്നതിനേക്കാൾ പകരം അവരുടെ BJPയെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ മുസ്ലിം സമുദായം കയറിക്കൂടുകയും ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വേണ്ട നിർണായകമായ സാന്നിധ്യം മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിയണം. മനസ്സിലായോ? ഈ ക്രിസ്ത്യൻ സമുദായം എങ്ങനെ BJPക്കകത്തും കോൺഗ്രസിനകത്തും കയറിക്കൂടി അവരുടെ സാന്നിധ്യം ഉണ്ടാക്കിയെടുക്കുന്നത്? അല്ല, ക്രിസ്ത്യൻ സമൂഹത്തിന് പൊതുവെ ഒരു കാര്യമുണ്ട്, അധികാരവർഗത്തിന് കൂടെ നിൽക്കുക എന്നുള്ളതാണ് എല്ലാ കാലത്തും അവർ ചെയ്തിട്ടുള്ളത്. അതിന് അവർ എന്ത് കാര്യങ്ങളും ചെയ്യും. പക്ഷെ അതുപോലല്ല മുസ്ലിം സമുദായം. അവർക്ക് അന്തസ്സും അഭിമാനം ഉള്ളവരാണ്. അവർ നിലവിട്ട് അടിമപ്പെടില്ല. അത് ശരിയല്ല? എന്ത് പറയുന്നതിനെ കുറിച്ച്? അത് മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ പണ്ട് തൊട്ടേ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സിദ്ധാന്തമുണ്ട്, ഒരു ആദർശമുണ്ട്. രാഷ്ട്രീയത്തിലായാലും നമ്മുടെ ജീവിത ചിട്ടയിലായാലും ഒരു ആദർശവും ഒരു അഭിമാനവും അന്തസ്സും അത് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ തയ്യാറല്ല, ഒരിക്കലും തയ്യാറല്ല. മനസ്സിലായോ? പക്ഷെ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തിൽ പോകുമ്പോൾ ഇതിനകത്ത് വിട്ടുവീഴ്ച, നമ്മുടെ ആദർശത്തിൽ വിട്ടുവീഴ്ച ചെയ്യണമെന്നല്ല, നമ്മുടെ പ്രവർത്തന മേഖലകൾ അധികാരത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ വിട്ടുവീഴ്ച ചെയ്തേ. ഒരു ഉദാഹരണം പറഞ്ഞേ. മുസ്ലിം ലീഗ് പോലും ബാബരി മസ്ജിദ് വിഷയത്തിൽ മുസ്ലിം ലീഗ് എന്തുകൊണ്ട് കോൺഗ്രസിനെതിരെ നിലപാടെടുത്തില്ല? അധികാരം വളരെ വലുതാണ്. അതുകൊണ്ട് ബാബരി മസ്ജിദ് വിഷയത്തിൽ മുസ്ലിം ലീഗിന് കോൺഗ്രസിനെതിരെ നിലപാടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. വേണ്ട, ഇന്നും മഹാരാഷ്ട്രയിൽ BJPയുമായി കൈകോർത്ത് മത്സരിക്കുന്നുണ്ട്, ശിവസേനയുമായും കൈകോർത്ത് മത്സരിക്കുന്നുണ്ട് കോൺഗ്രസും BJP. നിങ്ങൾക്കറിയാമല്ലോ ബാബരി മസ്ജിദ് വിഷയത്തിലുണ്ട് ബോംബെ കലാപത്തിന് സൂത്രധാരന്മാർ BJPയാണ്, ശിവസേനയാണ്. ആ ശിവസേനയുമായി ഇന്ന് കോൺഗ്രസ് സഖ്യത്തില. മുസ്ലിം ലീഗിന് എതിർപ്പുണ്ടോ? ഉണ്ടോ? അവിടുത്തെ മുസ്ലിങ്ങൾ ശിവസേനയ്ക്ക് വോട്ട് ചെയ്യുന്നില്ലയോ? ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് തന്നെ ഞാൻ പറയുന്നത്, ശിവസേനയെ കൂടെ കൂട്ടാൻ നിങ്ങൾ ഒന്ന് മാത്രം ചിന്തിക്കുക. ശിവസേനയെ കൂടെ കൂട്ടാൻ കോൺഗ്രസ് തയ്യാറാകുന്നു. മജ്ലിസ് പാർട്ടിയെ, ഉവൈസി നേതൃത്വം കൊടുക്കുന്ന മജ്ലിസ് പാർട്ടിയെ കൂടെ കൂട്ടാൻ കോൺഗ്രസ് തയ്യാറല്ല. നിങ്ങളൊന്ന് ചിന്തിക്കുക, കോൺഗ്രസിന്റെ മതേതരത്വം നിങ്ങളൊന്ന് ചിന്തിക്കുക. അപ്പൊ BJPയുടെ പ്രസക്തി ഉവൈസിയൊക്കെ BJP സപ്പോർട്ടാന്നുള്ള ഒരു കാര്യം നമുക്കറിയാലോ. BJP എവിടെ തോൽക്കുന്നു അവിടെ ഉവൈസി ഉണ്ടാവും എന്നുള്ളത് ഇതാണ് നിങ്ങളുടെ ഒരു പ്രശ്നം. അതെ, യാഥാർത്ഥ്യമാണ്. താങ്കൾ സ്റ്റഡി ചെയ്യൂ. ഒരു യാഥാർത്ഥ്യമല്ല, താങ്കൾ സ്റ്റഡി ചെയ്യൂ. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് വന്നു. ബീഹാർ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഉവൈസി അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് 10 സീറ്റ് കിട്ടിയാൽ കോൺഗ്രസ് സഖ്യത്തിൽ ഇന്ത്യ മുന്നണി നിൽക്കാമെന്ന് പറഞ്ഞത് അവിടെ. പക്ഷെ കോൺഗ്രസ് കൂട്ടാൻ തയ്യാറായില്ല. പകരം കോൺഗ്രസ് എന്തുകൊണ്ട് കൂട്ടാൻ തയ്യാറായില്ല? ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന ഒറ്റ കാരണത്താലാണ് ഉവൈസിയെ കൂടെ കൂട്ടാതിരുന്നത്. അവസാനം ഉവൈസിക്കും 6 സീറ്റ് കിട്ടി, കോൺഗ്രസിനും 6 സീറ്റ് കിട്ടി. ഇപ്പൊ കോൺഗ്രസിന്റെ 6 MLA-മാരോട് എന്തോ NDAയുടെ ഇതിനകത്തേക്ക് പോകുകയെന്ന് പറയുന്നു. എന്താണെന്ന് അറിയത്തില്ല. അതിനെക്കാട്ടി നല്ലത് BJPക്ക് അങ്ങ് മുസ്ലിങ്ങൾ വോട്ട് കൊടുത്തായിരുന്നെങ്കിൽ അതായിരുന്നു അന്തസ്സെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിൽ ഞാൻ അങ്ങനെ തന്നെ കരുതുന്നു. അതായത് കേരളത്തിലെ മുസ്ലിങ്ങൾ BJP സപ്പോർട്ട് ചെയ്യണം, BJP സപ്പോർട്ട് ചെയ്ത് BJPയോടൊപ്പം തന്നെ കയറി നിന്ന് അധികാര കസേരയിലേക്ക് മുസ്ലിങ്ങൾ വരാൻ തയ്യാറാവണം. കോൺഗ്രസ് മുഖാന്തരം ഒന്നും മുസ്ലിങ്ങൾക്ക് ഒന്നും നേടിയെടുക്കാൻ കഴിയത്തില്ല. അത് 100% ഉറപ്പാണ്. വളരെ പ്രതികരിച്ചു.